السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, മുഹിബീങ്ങളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാഹ്, അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. മനസ്സിനിക്ക് നല്ല സമാധാനവും ശരീരത്തിനിക്ക് നല്ല ആരോഗ്യം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളെ മക്കളെ അള്ളാഹ് നീ സ്വാലിഹീങ്ങളാക്കണേ അള്ളാഹ്. ഒരുപാട് ബുദ്ധിമുട്ടിൽ പ്രയാസത്തിൽ കഴിയുന്നവരുണ്ട്, ഒരുപാട് ആൾക്കാർ മുഹിബീങ്ങൾ ക്ലാസ് കേൾക്കുന്നവരുണ്ട്. എല്ലാവർക്കും അള്ളാഹ് ഇരുലോക വിജയം നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ. ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അള്ളാഹ് റഹ്മത്തിക്ക് യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ, കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ദുആ ചെയ്യാൻ പാടില്ല. ആത്മഹത്യ ചെയ്തവരുടെ മേൽ നിസ്കരിക്കാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ വേണ്ടി പാടില്ല, കണ്ണോക്കിന് പോവാൻ വേണ്ടി പാടില്ല, മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് വാർത്ത പ്രചരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഒരു ഗ്രൂപ്പിൽ പ്രിയപ്പെട്ട സുഹൃത്ത് ചോദിച്ചു, ഇതിനെക്കുറിച്ച് ഉസ്താദ് ഒരു ക്ലാസ് വന്ന് പറഞ്ഞു തരണം, എടുത്ത് തരണം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആത്മഹത്യ ചെയ്തവരുടെ മേൽ മയ്യത്ത് നിസ്കാരം നിസ്കരിച്ചില്ലല്ലേ? ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ടല്ലോ. അതിനെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സാധാരണക്കാരായ ഒരുപാട് മനുഷ്യന്മാർ ഇങ്ങനെ പ്രചരിപ്പിക്കും. ആത്മഹത്യ ചെയ്യൽ വളരെ തെറ്റാണ്. അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകൂലേ? ആത്മഹത്യ വലിയൊരു തെറ്റാണ്, വന്തോഷത്തിൽപ്പെട്ടതാണ്. ജീവിതത്തിൽ പ്രയാസം വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ അതിനെ നേരിടുന്ന മനക്കരത്ത്, അതിനുള്ള കഴിവ് വേണം. ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ദുനിയാവിൽ ആത്മഹത്യ ചെയ്താൽ ചില ആൾ വിചാരിക്കും എല്ലാം രക്ഷപ്പെടും. ഒരിക്കലും രക്ഷപ്പെടൂല. വളരെ ഗൗരവത്തോടെ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. ബഹുമാനപ്പെട്ട ഇബ്നുൽ അജർ ലൈതമി റഹിമഹുല്ലാഹ് തന്റെ സവാജിർ എന്നുള്ള കിതാബിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 314 വന്തോഷത്തിൽപ്പെട്ടതാണ് ആത്മഹത്യ ചെയ്യൽ. അവിടെ ഒരു ഹദീസും കൊടുക്കുന്നുണ്ട്. നീ എങ്ങനെയാണോ നീ ആത്മഹത്യ ചെയ്തത്, അതേ നിലക്കാണ് നാളെ മഹ്ശറയിൽ പോകുന്നതും, അതേ നിലക്കാണ് നീ നരകത്തിൽ കഴിയുന്നതും, ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറുന്നതും, എന്നിട്ട് താഴേക്ക് ഉതിർന്ന് വീഴുന്നതും. പ്രിയപ്പെട്ടവരെ, വലിയ ഭയാനകരമായ ഒരു ഗൗരവമുള്ള ഒരു വിഷയമാണ്. എന്നിട്ട് പറയുന്നു, ഖാലിദം മുഖല്ലദം ഫീഹാ, കാലാകാലം അവിടെ ഉണ്ടാവും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. വിഷമം വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഒരിക്കലും ചെയ്യരുത്. ഗൗരവത്തോടുകൂടി കണക്കാക്കുക. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ വേജാറും തന്റെ ഭാര്യയും തന്റെ മക്കളും അനുഭവിക്കുന്നുണ്ട്. അള്ളാഹു അങ്ങനെ ചെയ്തവർക്ക് പുറത്തു കൊടുക്കട്ടെ. ആത്മഹത്യ ചെയ്താൽ കാഫിറാണ് എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ആത്മഹത്യ വല്ലാത്തൊരു വന്തോഷത്തിൽപ്പെട്ടതാണ്. പൈശാചികമായ ചില കാരണങ്ങളെ കൊണ്ട് അങ്ങനെ ചെയ്ത്, എന്നാൽ അവനൊരിക്കലും കാഫിർ എന്ന് പറയാൻ വേണ്ടി പറ്റൂല. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തന്റെ ശറഹ് മുസ്ലിമിൽ പറയുന്നത് കാണാം. 1-ാം വാല്യം 373-ാം പേജിൽ, അവൻ കാഫിറാവൂല, കാഫിർ എന്ന് പറയാൻ വേണ്ടി പറ്റൂല. ആത്മഹത്യ ചെയ്തവന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കാമോ? അവനെ ആശ്വസിപ്പിക്കാമോ? അവനെ കുളിപ്പിക്കാമോ? ആത്മഹത്യ ചെയ്തവന്റെ മേൽ നിസ്കരിക്കണം, കഫൻ ചെയ്യണം, കുളിപ്പിക്കണം. പള്ളിക്കാട്ടിൽ പോണ്ടേ മുസ്ലിമായ ഒരു മനുഷ്യനെ ഏത് ക്രമത്തിലാണോ ചെയ്യുന്നത്, അതേ ക്രമത്തിലാണ് ചെയ്യേണ്ടത്.
ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹജ്ജ് റളിയല്ലാഹു തആല തന്റെ തുഹ്ഫയിൽ 3-ാം വാല്യത്തിൽ പറയുന്നത് കാണാം, വഖാതിലു നഫ്സി കഗൈരിഹി ഫിൽ ഗസ്ലി വസ്സലാഹ്. മറ്റുള്ളവന്റെ മേൽ നിസ്കാരം പോലെ തന്നെ അവന്റെ മേൽ കുളിപ്പിക്കണം, നിസ്കരിക്കണം, കഫൻ ചെയ്യണം. ഇതെല്ലാം ബാധകമാണ്. മയ്യിത്ത് നിസ്കരിക്കൽ ഫർള് കിഫായിയാണ്. ഇവിടെ ഒരു ഹദീസ് കൊണ്ടത് കാണാം, അസ്സലാത്തു മുസ്ലിമൻ, നിസ്കരിക്കൽ, മയ്യിത്ത് നിസ്കരിക്കൽ മുസ്ലിമിന്റെ മേലും മുസ്ലിമത്തിന്റെ മേലും ആണിന്റെ മേലും പെണ്ണിന്റെ മേലും നിർബന്ധമാണ്. മയ്യിത്ത് നിസ്കരിക്കൽ ബർറൻ കാന ഔ ഫാജിറ, അവൻ തമ്മാടിയാണെങ്കിലും അവൻ നല്ല പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും അവൻ തമ്മാടിത്തരം ചെയ്യുകയാണെങ്കിലും മയ്യിത്ത് നിസ്കരിക്കൽ അവന്റെ മേൽ എന്താണ്? നിർബന്ധമാണ്. വൈൻ അമിലൽ കബായിറ, അവൻ വന്തോഷം പ്രവർത്തിച്ചവനാണെങ്കിലും ശരി. മയ്യിത്ത് നിസ്കരിക്കൽ ഫർള് കിഫായാണ്, നമ്മുടെ മേൽ നിർബന്ധമാണ്. അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറ്റും, അവന്റെ കുടുംബത്തിലേക്ക് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ മയ്യിത്ത് നിസ്കരിച്ചവന്റെ മേൽ, ആത്മഹത്യ ചെയ്തവന്റെ മേൽ മയ്യിത്ത് നിസ്കരിച്ചിട്ടില്ലല്ലേ? ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം ഇമാം തന്റെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്തതായ ഒരു ഹദീസിൽ കാണാം, ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീക്ഷ ഒരു മനുഷ്യനെ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് കൊണ്ടുവന്നു. അവന്റെ ശരീരം അവൻ എന്താക്കുന്നുണ്ട്? അമ്പ് കൊണ്ട് അവന്റെ ശരീരത്തിനെ കുത്തിക്കൊണ്ട് ആത്മഹത്യ ചെയ്തു. അങ്ങനെയുള്ള ഒരു മയ്യത്തിനെ മുത്തുനബിന്റെ അരികിലേക്ക് കൊണ്ടുവന്നപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യത്ത് നിസ്കരിച്ചില്ല. ഈ ഒരു ഹദീസുണ്ട്. ഹദീസിനെ വിശദീകരിക്കേണ്ടത് ഹദീസുകളായ പണ്ഡിതന്മാരാണ്. ബഹുമാനപ്പെട്ട ലോകം കണ്ട ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തന്റെ ശറഹ് മുസ്ലിമിൽ പറയുന്നത് കാണാം, അതായത് മിൻ മദ്ഹബ് ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് വൽ ഔസഈ, അവരുടെ മദ്ഹബാണ്. എന്നാൽ ഇമാം മാലിക് ഇമാമിന്റെയും ഷാഫി ഇമാമിന്റെയും അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബും ഷാഫി ഇമാമിന്റെ ഇമാം വജമാഇറുൽ ഉലമായി പെരുത്ത ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും മദ്ഹബ് യുസല്ലാ അലൈഹി, അവന്റെ മേൽ മയ്യിത്ത് നിസ്കരിക്കണം. പക്ഷേ നബി തങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തതോ? അത് സജ്റൻ, ഭയപ്പെടുത്താൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള ഒരു പ്രവർത്തനം ആരവക്കൽ നിന്നും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അങ്ങനെയുള്ള ആത്മഹത്യ ആരിൽ നിന്നും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. സജ്റിന് വേണ്ടിയാണ് മുത്തുനബി തങ്ങൾ അങ്ങനെ മാറി നിന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവരുടെ മേൽ മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റും, മഗ്ഫിറത്തിന് ദുആ ചെയ്യാൻ വേണ്ടി പറ്റും, പിന്നെ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറ്റും, കണ്ണൂക്കിന് പോകാൻ വേണ്ടി എല്ലാം പറ്റും. അല്ലാഹു തആല അങ്ങനെയുള്ള മരണങ്ങളെ തൊട്ട് അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളാണ്, ഇങ്ങനെയുള്ളതായ നല്ല കാര്യമാണ് ചോദിച്ചത്. അല്ലാഹു തആല കേട്ടവർക്ക് അല്ലാഹു തആല അവർക്ക് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. കാരണം മറ്റുള്ളവർക്ക് ഒരു പാഠമായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏത് നിലക്കാണോ നീ ആത്മഹത്യ ചെയ്തത്, ആ നിലക്കാണ് നാളെ മഹ്ശറിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരുപാട് മഹാന്മാരായ ഔലിയാക്കന്മാർ, ഒരുപാട് നല്ല നല്ല മനുഷ്യന്മാർ ദുആരുന്നല്ലോ, എന്നെ നീ സുജൂദിലായി വരിപ്പിക്കണം അല്ലാഹ്. അപ്പോൾ അവരോട് ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഏത് നിലക്കാണോ നീ മരിച്ചത്, അതേ നിലക്കാണ് നാളെ മഹ്ശറിലേക്ക് കൊണ്ടുപോകുന്നത്. സുജൂദിലാണോ നീ മരിച്ചത്? നിസ്കരിക്കുമ്പോഴാണോ മരിച്ചത്? ഏത് ക്രമത്തിലാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിട്ടാണോ മരിച്ചത്? ഏത് ദിക്ർ കൊണ്ടാണോ നിന്റെ ജീവിതത്തിൽ നീ അധികരിപ്പിച്ചത്, അതേ ദിക്ർ കൊണ്ടാണ് നീ മരിക്കുന്നത്. അല്ലാഹു തആല നമ്മുടെ മരണം അല്ലാഹു തആല അവന്റെ അല്ലാഹുവിന്റെ റസൂലും പൊരുത്തപ്പെടുന്നതായ നിലക്കാക്കി തരുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ കടമായി എല്ലാം അല്ലാഹു തആല, എല്ലാ പരീക്ഷണം തരുന്നവൻ അല്ലാഹുവാണ്. പക്ഷെ അതിനെ അവനോട് ആത്മഹത്യമായിട്ട് നീ ആത്മഹത്യ ചെയ്താൽ നിന്റെ ബേജാറോ ദുനിയാവിൽ നിന്ന് രക്ഷപ്പെടുമോ, ആഖിറത്തിൽ നിന്ന് രക്ഷപ്പെടുമോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള പ്രവർത്തനം ചെയ്യരുത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഒരുപാട് ആൾക്കാർ കടങ്ങളുണ്ട്, ഒരുപാട് പ്രയാസത്തിൽ കഴിയുന്നവരുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടിൽ കഴിയുന്നവരുണ്ട്. എല്ലാം കടം നീക്കാനും എല്ലാ പ്രയാസങ്ങൾ നീക്കാനും മനസ്സിനക്ക് സമാധാനം തരാനും മുത്തുനബി തങ്ങൾ നമ്മോട് ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം 99 അല്ലെങ്കിൽ 114 അല്ലെങ്കിൽ 313 പ്രാവശ്യം ചൊല്ലി പതിവാക്ക്. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കി തരുമാറാകട്ടെ. ഒരുപാട് കഷ്ടത്തിലും പ്രയാസത്തിലും കഴിയുന്നവരുണ്ട്, ഒരുപാട് കുടുക്കിൽ ജയിൽ കുടുങ്ങിയവരുണ്ട്, ഒരുപാട് പ്രയാസത്തിൽ കഴിയുന്നവരുണ്ട്, മക്കളെ കാര്യത്തിൽ ബുദ്ധിമുട്ടിൽ കഴിയുന്നവരുണ്ട്. അല്ലാഹ് എല്ലാ പ്രയാസങ്ങളും നീക്കി സന്തോഷം നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.